ഒരു ചെറിയ മഴ അങ്ങോട്ട് പെയ്തു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളെ ഉണ്ടല്ലേ, നമ്മുടെ മാടം നിങ്ങളെ കാണിച്ചു തന്നില്ലായിരുന്നല്ലേ. അപ്പോൾ ഞാൻ ഇന്നുണ്ടല്ലോ നല്ല മഴയൊക്കെ പെയ്തിട്ടുണ്ടെങ്കിലാണ് ഇപ്പോഴാണ് നല്ല മാടം കാണിച്ചു തരാൻ പറ്റിയ ഒരവസ്ഥ. ഞാൻ മാടത്തിൻ്റെ പണിയൊക്കെ ഏകദേശം അങ്ങോട്ട് തീർത്തായിരുന്നു കേട്ടോ. അതെ നോക്കിയേ വേണ്ട മാടം. പക്ഷേ ഓലയൊക്കെ വീണിട്ടെങ്കിൽ വട്ടം കിടന്നിട്ട് രസം തോന്നുന്നില്ലല്ലോ. ഇതെന്ത് കുന്തമാണ്. ഇതിന് ഫ്രണ്ടിൽ ലൈറ്റ് കൂടി പിടിപ്പിക്കണം. പിന്നെ ഇവിടെ നമ്മളൊരു ചെറിയ ലൈറ്റൊക്കെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് കണ്ട. ലൈറ്റ് നേരെ ക്യാമറ അടിച്ചിട്ട് കാര്യമില്ല. പിന്നെ ഇത് അപ്പുറത്ത് ഒരുത്തൻ്റെ നമ്മളെ നേരെ ടോർച്ചടിച്ച് കാണിക്കുന്നത്. അതെന്താ സംഭവം ഞാൻ കാണിച്ചു തരാം കേട്ടോ. മാടം കാണിച്ചു തരും മുമ്പ് കാരണം എന്നാ വെച്ച് ടോർച്ചടിക്കുന്നത്. അത് നമ്മുടെ ചാലിലെ കാവക്കാരനാണ് ഗൈസ്. അപ്പോൾ ഞാൻ വന്നപ്പോൾ പിടിച്ചിട്ടില്ല. ഇത് ഞാനാണ് നോക്കണ്ട. അപ്പോൾ ഇതാണ് ഞാൻ മാടമൊക്കെ പണിത്. പിന്നെ ഞാൻ മറന്നുപോയി. മഴ പെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത് മാടം പണിത് കാണിച്ചു കൊടുത്തില്ലല്ലോ എന്ന്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിലൊരു കുഞ്ഞ് തടിപ്പാലമാണ് ഇട്ടേക്കണത്. നമ്മൾ ചെരുപ്പ് ഇവിടെ ഊരി ഇങ്ങനെ ഇടണം, അല്ലെങ്കിൽ മാടം വൃത്തികേടാക്കണം എന്തിനാ. ശരിക്കും ഇവിടെ വേറെ ഒരു ചെറിയ റാമ്പ് പോലെയൊക്കെ ഞാൻ പണിയാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. അതൊക്കെ പിന്നെ പണിയാനുള്ളത്. എന്നിട്ട് നമ്മളിങ്ങനെ കയറി വരണം. ഇതിൻ്റെ അകം അകം കാണിച്ചിട്ടില്ലായിരുന്നു. ഇതിൻ്റെ അകം ഇങ്ങനെ തുറക്കുമ്പോൾ കണ്ടോ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ ചാൻസ് ഇല്ല, പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തവരൊക്കെ പറയണം കേട്ടോ. ഇതാണ് നമ്മുടെ മാടത്തിൻ്റെ അകം മച്ചാന്മാരെ. ഈ കുഞ്ഞു മഴയും ഈ മഴയത്ത് ഈ മാടത്തിൻ്റെ അകത്ത് ഇങ്ങനെ കിടക്കണം. എങ്ങനെ ഉണ്ടാവും ഞാൻ കാണിച്ചു തരാം. പിന്നെ ഇവിടെ നമ്മൾ കറണ്ടൊന്നും ഇല്ല കേട്ടോ. ശരിക്കും നമ്മളിവിടെ ഒരു ചെറിയ സോളാർ സെറ്റപ്പാണ് കൊടുത്തേക്കണത്. ബാറ്ററി വെച്ചിട്ടുണ്ട്. പിന്നെ കുഞ്ഞു കുഞ്ഞു ലൈറ്റ്, ഫാന്, കുന്തം ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. യെസ് ഗൈസ്, ഇനിയുണ്ടല്ലോ ഇനി ഞാൻ ഇങ്ങനെ കിടന്നക്കട ഒരു ഉറക്കമുണ്ട്. ശരിക്കും ചെമ്മീൻ കെട്ടിൽ ഇങ്ങനത്തെ മാടമൊന്നും പാടില്ലെന്നാണ് കാര്യം. നമ്മൾ ചെമ്മീൻ കെട്ടിൽ പണിക്ക് വന്നേക്കണതല്ലേ. ഇത് രാത്രി ഇങ്ങനെയൊക്കെ ഇതിനകത്ത് കിടന്ന് കഴിഞ്ഞാൽ ശരിക്കും നന്നായിട്ട് ഉറങ്ങിപ്പോവേ. ഇതിൻ്റെ ഇപ്പുറത്ത് നമുക്ക് വേണമെങ്കിൽ ഇതിങ്ങനെ പൊക്കി വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നല്ല മഴയൊക്കെ പെയ്യണത് കാണാൻ പറ്റും. പിന്നെ തണുത്ത കാറ്റും വരും. അത്ര തണുപ്പ് വേണ്ട, ഫാൻ ഇടാൻ നമുക്ക്. അത് മാത്രമല്ല തുറന്നിങ്ങോട്ട് വെച്ചാലേ ചിലപ്പോൾ ഇടിമിന്നൽ, നല്ല കിണ്ണൻ ഇടിമിന്നൽ വരും. വെട്ടം കാണാൻ കഴിയാത്തതുകൊണ്ടാണ്. പിന്നെ നമ്മൾ ഇടിമിന്നലിന് വേണ്ടിയിട്ട് രക്ഷാചാലകമില്ല. രക്ഷാചാലകമായിട്ട് നമ്മുടെ ഇപ്പുറത്തൊരു വലിയ തെങ്ങ് നിൽപ്പുണ്ട് കേട്ടോ. അവനാദ്യം പിടിച്ചേക്കും. നമ്മൾ രക്ഷാചാലകം അടിക്കണം. പിന്നെ നമ്മൾ ഇതിൻ്റെ പുറത്താണല്ലോ കിടക്കണം. അതൊക്കെ വലിയ കുഴപ്പമുണ്ടായിരുന്നെന്ന് വിചാരിക്കാം. എങ്ങനെയുണ്ട് നിങ്ങൾക്ക് മാടം ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ പറയണം കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചു തന്നൊന്നുമില്ലല്ലേ. പിന്നെ ഫാൻ ഇടില്ല നമ്മൾ. ഫാൻ ഇടാനായിട്ട് നമ്മൾ ഫാൻ ഇടാൻ ഗൈസ്. ഫാൻ നമ്മൾ നമ്മുടെ ഫാൻ വർക്ക് ചെയ്തിരിക്കാൻ വെച്ചാൽ കണ്ട. കാറ്റ് വരുന്നു. ശരിക്കും ഇതിൻ്റെ ആവശ്യമില്ല കേട്ടോ. അത് ഞാനിപ്പോൾ നമുക്ക് എമർജൻസി എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ മീൻസ് നല്ല മൊത്തം ചൂടാണല്ലോ ഇപ്പം. അപ്പം അതുകൊണ്ടിട്ട് പിന്നെ ഫാൻ വെച്ചാണ് ഇപ്പുറത്ത് പറഞ്ഞ ഇരിപ്പുണ്ട് തൽക്കാലത്തിന്. അത് ചാർജബിളാണ്. ഇവിടെ ഇരിക്കട്ടെ. പിന്നെ ഞാൻ അയ്യോ ഇതെന്ത് കുന്തമാണ് ഇരിക്കാത്ത. മര്യാദയ്ക്ക് ഇരിക്കട അവിടെ. ഓക്കെ. ഇനി ഇത് തുറക്കണില്ല. തുറന്നു കഴിഞ്ഞാൽ വേറൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൊതുകെന്ന് പറഞ്ഞൊരു സാധനമുണ്ട് ഞങ്ങളുടെ ഇവിടെ. ആ സാധനം ചിലപ്പോൾ കയറി വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. നിങ്ങളിവിടെ ഉണ്ടെന്ന് എനിക്കറിയാൻ പാടില്ല. ഇവിടെ എന്തായാലും അത്യാവശ്യമുണ്ട്. ഇതിപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ മാടത്തിലെ വിശേഷം. ഞാൻ നമ്മുടെ പഴയ മാടം, നമ്മുടെ നേരത്തെ ഇവിടെ എന്താ പറയുക, നമ്മുടെ നേരത്തെ ചെമ്മീൻ കെട്ട് വീഡിയോ ഒക്കെ കണ്ടിട്ടുള്ളവർ ഓർത്ത് വയ്ക്കുക. നമ്മുടെ പഴയ ഒരു മാടം ഉണ്ടായിരുന്നില്ലേ, നമ്മൾ നല്ല ഹെവി സെറ്റപ്പിൽ ഒരെണ്ണം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് പൊളിഞ്ഞു പോയി ഗൈസ്, പൊളിഞ്ഞു പോയി. അതിനുശേഷം പിന്നെ എനിക്കെന്നറിയാമോ ഈ സാധനങ്ങളോട് എനിക്ക് ഭയങ്കര ക്രൈസാണ്. ഇങ്ങനെ ചെമ്മീൻ കെട്ടും മാടമൊക്കെ അതുമായിട്ട് ഇങ്ങനെ ഇടുക്കി ചേർന്ന് കിടന്ന് ഒക്കെ പോകണമെന്നുള്ളത്. അപ്പം അതുകൊണ്ടാണ് നമ്മൾ പിന്നെ ഇത് റെഡിയാക്കിയത്. അപ്പോൾ ഗുഡ് നൈറ്റ്. ലൈറ്റ് ഓഫ് ചെയ്യും ഞാനിപ്പോൾ. പിന്നെ രാവിലെ 5 മണിക്ക് എനിക്ക് എണീക്കണം. 5 മണിക്കല്ല, ഒരു 4:30 ആകുമ്പോൾ എനിക്ക് എണീക്കണം. എന്നിട്ട് പത്താഴത്തിൽ കുറച്ച് പണിയുണ്ട്. വെള്ളം ഇറക്കി വിടണം. പിന്നെ പറ്റുമെങ്കിൽ ഒന്ന് വീശണം. കുറച്ച് കാരച്ചെമ്മീനെ പിടിക്കണം. ഓക്കെ, അതൊക്കെയാണ് ഇന്നത്തെ പരിപാടി. അപ്പോൾ ഗുഡ് നൈറ്റ്.